നമസ്കാരം. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ പ്രതിഭ. രാവിലെ തന്നെ ഭയങ്കര സങ്കടത്തോടുകൂടിയാണ് എണീറ്റത്. കാരണം 10 days എത്ര പെട്ടെന്നാണ് പോയല്ലേ. ആൻഡ് പെട്ടെന്ന് തന്നെ പോയി കുളിച്ചു റെഡിയായി. ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് എടുക്കണമെന്ന് എന്നോട് റൂംമേറ്റ്സ് പറഞ്ഞു. പക്ഷേ എനിക്ക് നടന്നില്ല, സമയത്തിൻ്റെ പ്രശ്നം കാരണം. ആൻഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു, സുദീപ് സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11 ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് കേക്ക് തന്ന് മധുരമൊക്കെ തന്ന് നമ്മൾ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നു. ആൻഡ് അത് ഞങ്ങൾ സൂംബ മാസ്റ്ററാണ്. സൂംബ മാസ്റ്ററുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഞങ്ങൾക്ക് 10 days ഫുഡ് തന്ന ആൻറ്റിയുടെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സൂംബ മാസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സ്വീറ്റ്സ് കൊണ്ടാണ് വന്നത്. ആക്ച്വലി സാറിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തന്നെ. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബ്രൗണി. എന്നിട്ട് നമുക്ക് ഞങ്ങളുടെ ടീം ഇഗ്നിസ് ആയിരുന്നു. ഞങ്ങൾക്ക് 3rd പ്രൈസ് കിട്ടി. ഞങ്ങൾക്ക് അതിന് സമ്മാനം കിട്ടിയത് ഫെററോ റോഷർ ആയിരുന്നു. എന്നിട്ട് നമുക്ക് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചു. എന്നിട്ട് നമുക്ക് അടപ്രഥമൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിലും അത്ര വലിയ ഹാപ്പി അല്ല, കാരണം പെട്ടെന്ന് നമ്മൾ പിരിയാൻ പോകണം. എന്നിട്ട് നമ്മൾ 10 daysൻ്റെ ഫീഡ്ബാക്ക് എഴുതി കൊടുത്തു. അത് വെറും ഒരു പേപ്പറിൽ എഴുതിയാൽ തീരില്ല, പക്ഷേ എന്നാൽ നമുക്കത് നിർത്തണമല്ലോ. കരഞ്ഞ മുഖമാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. എന്നിട്ട് നമ്മൾ മാറിവാന്യൂസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. 10 days കുറേയധികം എക്സ്പീരിയൻസസ്, പുതിയ റിസോഴ്സ് പേഴ്സൺസ്, പുതിയ അനുഭവങ്ങളൊക്കെ തന്ന് ഒരു വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റായിട്ട് മാറാനുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് കിട്ടി. നമ്മൾ തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ടും. ആൻഡ് ഞാൻ രാത്രിയായിട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേനും. ആൻഡ് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആൻഡ് ഞാൻ എൻ്റെ റൂമിലോട്ട് കയറിയപ്പോഴത്തേനും എല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ് എൻ്റെ വീട്ടുകാർ. അപ്പോൾ ഇനി അതെല്ലാം ക്ലീൻ ആക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പം ഒത്തിരി സന്തോഷം. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞായിരുന്നു ഗൈസ്. രാത്രി പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. ആക്ച്വലി ഒരു ചായയും പിന്നെ ഒരു ബിസ്ക്കറ്റും കുടിച്ചിട്ട് നേരെ കിടന്നുറങ്ങി ഗൈസ്. 10 ദിവസത്തെ ഉറക്കക്ഷീണം തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ബൈ.